നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് എല്ലാവർക്കും 10-ാം ഉദയത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. ഇന്ന് ലോക പുസ്തക ദിനം കൂടിയാണ്. ഇന്നു മുതൽ ഒരു പുസ്തകം വായിക്കുവാൻ തുടങ്ങുക എന്ന് സ്നേഹപൂർവ്വം ആദ്യമേ ഓർപ്പിക്കട്ടെ. ഞാനും ഇന്നു മുതൽ ഒരു പഴയ പുസ്തകം വീണ്ടും വായിക്കുകയാണ്. ഡാവിഞ്ചി കോഡ് എന്ന പുസ്തകം ഇന്നു മുതൽ വീണ്ടും വായിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, തീർച്ചയായും ഇന്നു മുതൽ ഒരു പുസ്തകം വായിക്കുവാൻ തുടങ്ങണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുക. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നത് യദു കെ രാജൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ. യദു കെ രാജൻ്റെ പേര് ഒരുപക്ഷെ അത്ര പ്രശസ്തമല്ലായിരിക്കാം. മാവേലിക്കര സ്വദേശിയാണ്. മാവേലിക്കര തഴക്കര കുന്നത്താണ് യദു കെ രാജൻ്റെ വീട്. കഴിഞ്ഞ ദിവസം സിവിൽ സർവീസ് പരീക്ഷയുടെ ഫലം വന്നപ്പോൾ 785-ാം റാങ്ക് നേടിയ ചെറുപ്പക്കാരനാണ്. 785 റാങ്ക് വലിയ റാങ്ക് ആണെന്നൊക്കെ ചിലർ ചോദിച്ചേക്കാം. അതല്ല കാര്യം. സിവിൽ സർവീസ് പരീക്ഷ എഴുതി, പ്രിലിമിനറി പാസ്സായി, മെയിൻ പരീക്ഷ എഴുതി, ഇൻ്റർവ്യൂ പാസ്സായി, ലിസ്റ്റിൽ ഉൾപ്പെടുക എന്ന് പറയുന്ന കടമ്പ കടക്കണമെങ്കിൽ അത്യധ്വാനം വേണ്ടതാണ്. ആ അത്യധ്വാനത്തിൻ്റെ മധുരഫലം നുണഞ്ഞ അതിൻ്റെ രുചി നുകർന്ന ഒരു ചെറുപ്പക്കാരനാണ് യദു. യദുവിൻ്റെ ചെറുപ്പകാലത്ത് മാതാപിതാക്കൾ മനസ്സിൽ കൊടുത്ത ഒരു മോഹമാണ് IAS, സിവിൽ സർവീസ് എന്ന മോഹം മാതാപിതാക്കൾ ചെറുപ്പത്തിലെ യദുവിന് കൊടുത്തു. യദു വളരുന്നതിനനുസരിച്ച് ആ മോഹം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. ഒരിക്കൽ പോലും തൻ്റെ മോഹത്തെ യദു നഷ്ടപ്പെടുത്തിയില്ല. അതിൻ്റെ ഒരു റിസൾട്ടാണ് യദുവിന് ഇന്ന് ലഭിച്ച ആ ഒരു നേട്ടം. ഇത് പറയുന്നുണ്ട് 785 റാങ്കേ ഉള്ളൂ, എങ്കിലും എനിക്ക് എൻ്റെ റാങ്ക് അനുസരിച്ചുള്ള തസ്തികയിൽ പ്രവേശിച്ച ശേഷം IAS എന്ന മോഹം പൂർത്തീകരിക്കാൻ വേണ്ടി വീണ്ടും പരീക്ഷ എഴുതും എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും യദുവിൻ്റെ ആ വലിയ സ്വപ്നം കുറച്ചുകൂടി അടുത്ത് സാക്ഷാത്കരിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം ഞാൻ യദുവിനെ ഓർപ്പിച്ചത്, നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ഒരു സംശയവുമില്ല. അത് എത്ര വൈകിയാലും അതിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം അത് ഉപേക്ഷിക്കാതിരിക്കണം. യദു കാട്ടിത്തന്ന മാതൃക അത് തന്നെയാണ്. മാവേലിക്കരക്കാരനായ യദു കെ രാജൻ തീർച്ചയായും നമുക്കൊരു മോട്ടിവേഷൻ തന്നെയാണ്. ആദ്യമായി പരീക്ഷ എഴുതിയപ്പോൾ വലിയ പരിശീലനമൊന്നുമില്ല, യാതൊരു തയ്യാറെടുപ്പുമില്ലാതെയാണ് പരീക്ഷ എഴുതിയത്. എന്നാൽ പിന്നീട് ഓരോ ഘട്ടങ്ങളിലും യദു മുൻപ് റാങ്ക് നേടിയിട്ടുള്ള സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് ജേതാക്കളായവരുടെ വീഡിയോകളൊക്കെ കണ്ട് അവരെങ്ങനെയാണ് പഠിച്ചിരുന്നത് എന്നൊക്കെയുള്ള അവരുടെ രീതിയൊക്കെ കണ്ടിട്ട് സ്വന്തമായ ഒരു രീതി അവലംബിച്ചു. ഈ സിലബസ്, വലിയ വിശാലമായ സിലബസിനെ കൊച്ചു കൊച്ചു ഭാഗങ്ങളാക്കി യദു പഠിച്ചു. ആ കൊച്ചു കൊച്ചു ഭാഗങ്ങളായി പഠിച്ചതിനൊപ്പം അതിന് സമയം നോക്കിയേയില്ല, ക്ലോക്ക് നോക്കിയിരുന്നു പഠിച്ചില്ല. തീർച്ചയായും യദുവിനെ പോലെ ഭാവിയിൽ ഒരുപക്ഷെ നല്ല സിവിൽ സർവീസുകാർ ആകാനുള്ള മോഹമുള്ള കുട്ടികൾ ഉണ്ടാകാം. അവരോട് എനിക്ക് പറയാനുള്ളത്, മോഹം അതിങ്ങനെ വെള്ളമൊഴിച്ച് വളർത്തിക്കൊണ്ടേയിരിക്കണം. മോഹമെന്ന ചെടിയെ വെള്ളവും വളവും കൊടുത്ത് വളർത്തി വളർത്തി വലുതാക്കുക. ഉറപ്പായി മധുരിക്കുന്നൊരു ഫലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായിട്ടും യദുവിനെ നമുക്ക് മാതൃകയാക്കാം. സിവിൽ സർവീസ് മോഹമുള്ളവർക്ക് യദു ഒരു മാതൃകയാകട്ടെ. നന്ദി, നമസ്കാരം.